അവളോട് എന്തിനാ ചോദിച്ചോണ്ടിരിക്കുന്നേ? നിനക്ക് വേണമെങ്കിൽ എനിക്കിതാ. അവളുടെ തലയിലെഴുത്ത് പോലെ നടക്കട്ടെ. എനിക്കെന്ത് തലയിലെഴുത്ത്? വല്യമ്മയോട് പറഞ്ഞേ വാസു ചേച്ചിക്ക് ഇന്ന് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. നീ നല്ലവണ്ണം പാര വെച്ചിട്ടുണ്ട്. ഇപ്പൊ കത്തി എരിയും. ബോംബ് പൊട്ടുന്നത് പോലെ പൊട്ടും. ആ ബോംബ് പൊട്ടിയതിനു ശേഷം അമ്മ കാരണം വസുവേട്ടത്തിയുടെ ഹൃദയം പൊട്ടിത്തെറിക്കും ഉറപ്പാ. ആ ഹലോ സാർ. നീ അഭിറാമിന്റെ ഓഫീസിലേക്ക് പോയോ? ഓഫീസിൽ തന്നെയാണ് സാർ ഉള്ളത്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓഫീസിന്റെ അകത്തേക്ക് പോയി ഈവന്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആ അഭിറാമിന്റെ കയ്യിൽ കാശ് കൊടുത്തിട്ട് വാ. ഓക്കെ സാർ. അത് കഴിഞ്ഞ ശേഷം ഞാൻ സാറിനെ കോൾ ചെയ്യാം. ചെയ്യാത്ത ഇവന്റിന് ആദിത്യ സാർ ഇത്രയും പണം എന്തിനായിരിക്കും അഭിരാമിന് കൊടുക്കുന്നത്? എന്തായാലും എനിക്കെന്താ, ഇതൊരു ഫ്രീ സർവീസ് അല്ലേ. 2 കെട്ട് പണം ഞാനും അങ്ങ് എടുക്കാം. എക്സ്ക്യൂസ് മീ സാർ. കം ഇൻ. നമസ്കാരം സാർ. യാ, പറഞ്ഞോളൂ. എൻ്റെ പേര് രമേശാ സാർ. എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് സാറ് തന്നെ ചെയ്തു തരണം. പ്ലീസ് സിറ്റ്. പറഞ്ഞോളൂ, എന്താ ഫംഗ്ഷൻ? എൻ്റെ മോൾക്ക് ചടങ്ങ് നടത്തുന്നുണ്ട്. ഇല്ല ഇല്ല ഇല്ല, സീമന്തം. അത് തന്നെ, സീമന്തമാണ് സാർ. നന്നായിട്ട് നടത്തണം. ബഡ്ജറ്റ് എത്ര ഫിക്സ് ചെയ്തിരിക്കുന്നത്? എത്ര ചിലവ് വന്നാലും കുഴപ്പമില്ല സാർ. കല്യാണം പോലെ നടത്തണം. അതായത് നല്ല ഗ്രാൻഡായിട്ട് നടത്തണം. ഓക്കെ, ഡേറ്റ് എന്നാ? അത് ഡേറ്റ് ഇനിയും തീരുമാനിച്ചില്ലേ? തീരുമാനിച്ചു സാർ. ഈ വരുന്ന 25-ാം തീയതി. അല്ലല്ല, 28. ഓക്കെ. വെന്യൂ എവിടെയാ? എത്ര ഗസ്റ്റുകൾ വരും? അത് സാറ് തന്നെ തീരുമാനിച്ചു സാർ. നിങ്ങൾ എത്ര പേരെ വിളിക്കുന്നത് ഞങ്ങളെങ്ങനെ അറിയുന്നേ? ഒരു 100-150 പേര് വരുമായിരിക്കും സാർ. അല്ലെങ്കിൽ 200 എന്ന് വിചാരിച്ചോ. ഏതെങ്കിലും സിനിമാ തിയേറ്ററിൽ, അല്ലല്ല, ഏതെങ്കിലും ഫംഗ്ഷൻ നടത്തുന്ന സ്ഥലത്ത്. ഇതാണ് സാർ അഡ്വാൻസ്. ഞാനെന്നാ ഇറങ്ങുകയാണേ. ഒന്ന് നിന്നേ. നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പർ തന്നിട്ട് പോകും. മെസ്സേജ് ചെയ്യാം സാർ. ആരാബി വന്നത്? ക്ലയൻ്റാണ് കേട്ടോ. അയാളുടെ മകൾക്ക് വേണ്ടി ഒരു ഈവൻറ്റ് ചെയ്യണമെന്ന്. ഗവൺമെൻറ് ഈവൻ്റ് ഉള്ളപ്പോൾ ഈ ഈവൻ്റ് എങ്ങനെയാണെന്നാണ് ആലോചിക്കുന്നത്. അതല്ല ഏട്ടാ, വന്നയാൾ കുറച്ച് സസ്പീഷ്യസ് ആയിരുന്നു. ആദ്യം മകൾക്കൊരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞു, പിന്നെ പ്രായമകൾ ചടങ്ങാണെന്ന് പറഞ്ഞു. ഫംഗ്ഷൻ ഡേറ്റ് എന്നാണെന്ന് പറയാൻ പോലും അയാൾക്കറിയില്ല. അഡ്വാൻസ് തന്നിട്ട് അഡ്രസ്സ് പോലും പറയാതെ പോയിരിക്കുക. വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്തുമാത്രം ടെൻഷൻ കാണുമെന്ന് എനിക്ക് അറിയില്ല അബി. ആ ഒരു ടെൻഷനിൽ അയാൾ മറന്നുപോയതായിരിക്കും. ശരിയായിരിക്കാം. ഗവൺമെൻറ് ഈവൻറ്റിനെ കുറിച്ച് സ്റ്റാഫിനൊരു ബ്രീഫ് കൊടുത്തായിരുന്നോ? നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അബി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്കാനും പറഞ്ഞു. രമേഷ്, എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. എൻ്റെ മകളുടെ സീമന്തമാണെന്ന് പറഞ്ഞ് അഭിരാമിന് കാശ് കൊടുത്തിട്ട് വന്നു സാർ. അവന് നിന്റെ മേൽ ഡൗട്ടൊന്നുമില്ലല്ലോ? ഇല്ല സാർ, ഞാൻ കറക്റ്റായിട്ടത് മാനേജ് ചെയ്തു. വെരി ഗുഡ്. ഇപ്പം നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. ഓക്കെ സാർ. അഭിറാം, നിന്റെ കഥ കഴിഞ്ഞടാ. കുറച്ച് സമയത്തിനകം നിന്റെ ഓഫീസിലേക്ക് പോലീസ് വരും. കള്ളനോട്ട് കേസിൽ നിന്നെ അറസ്റ്റ് ചെയ്യും. നീ ജയിലിൽ പോകുന്നുള്ള കാര്യം ഉറപ്പാ. ഇനി ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയില്ലടാ.
വസു കുറച്ച് വെള്ളം കൊണ്ടുപോവാ. ആ ഇതാ വരുന്നേ ഇളമേ. എന്ത് ദമയന്തി വേണ്ടത്? കോഫിയാണോ? ഞാൻ ഉണ്ടാക്കി തരുമായിരുന്നല്ലോ. ഒരാവശ്യവും ഇല്ല, എനിക്ക് കൈയുണ്ട്, ഞാൻ തന്നെ ഉണ്ടായിക്കോളും. ഉം. റിങ് ഇവിടെയല്ലേ ഊരി വെച്ചത്, പിന്നെ എവിടെ പോയി? ദമയന്തി, ദമയന്തി, ദമയന്തി. എന്താ? അടുക്കളയില് ഞാൻ ഊരി വെച്ച റിങ് കണ്ടായിരുന്നോ? ഞാനൊരു റിങ്ങും കണ്ടിട്ടില്ല. നിനക്ക് വസുവിന്റെ ചോദ്യം ശരിക്കും മനസ്സിലായില്ലെന്നോ തോന്നേ. അവള് മോതിരം നീയാണോ എടുത്തത് എന്നാ ചോദിച്ചത്. ഞാൻ റിങ് കണ്ടായിരുന്നോ എന്നാ ചോദിച്ചത്, അല്ലാതെ എടുത്തോന്നല്ല ഇളമേ. രണ്ടും ഒന്നല്ലേ ഏട്ടത്തി? ഏട്ടത്തിയുടെ റിങ് ദമയന്തി ചേച്ചി മോഷ്ടിച്ചെന്നല്ലേ സംശയിക്കുന്നത്? നിങ്ങളുടെ കണ്ണിൽ എന്നെ എന്തായിട്ടാ കാണുന്നേ? കള്ളിയായിട്ടാണോ കാണുന്നേ? ഞാൻ ആ ഉദ്ദേശത്തിൽ ചോദിച്ചതല്ല. എന്തു പറ്റി വസു? വസുവേട്ടത്തിയുടെ റിങ് ദമയന്തി ചേച്ചി മോഷ്ടിച്ചെന്ന് പറയുകയായിരുന്നു. ദാ നോക്ക്, കള്ളത്തരം കാണിക്കുന്ന പണിയൊന്നും എന്റെ കുടുംബത്തിനില്ല. എന്റെ സമയം ശരിയല്ലാത്തോണ്ടാ ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നത്. അതുകൊണ്ട് കള്ളിന്ന് വിളിക്കുന്നോ? നീ ഇവിടെ നിൽക്കുന്നത് വസുവിന് ഇഷ്ടമല്ലായിരിക്കും. അതുകൊണ്ടല്ലേ നിന്റെ മേല് കള്ളി എന്നുള്ളൊരു കുറ്റം ചുമത്തി നിന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഓടിക്കണമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊന്നും ഇല്ല. പിന്നെ എന്നെ കുറിച്ച് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്ന? എനിക്ക് പണത്തിന് വേണമെങ്കിൽ കുറവുണ്ടായിരിക്കാം, പക്ഷെ ഗുണത്തിൽ അങ്ങനെയല്ല. വീട്ടിൽ വരുന്ന ഗസ്റ്റിനോട് ഇങ്ങനെ കുറ്റം ആരോപിക്കുന്നത് തെറ്റല്ലേ? ഞാൻ കുറ്റപ്പെടുത്തിയില്ലല്ലോ കാർത്തിക. റിങ് കണ്ടായിരുന്നു എന്നല്ലേ ചോദിച്ചത്. ഞാൻ കൊല ചെയ്തില്ല, കത്തിയോണ്ട് കുത്തി, അത്രേ ഉള്ളൂ. എന്നാലും നീ ഒരു കൊലയാളിയാ. നിന്റെ സംസാരം കേട്ടിട്ട് അങ്ങനെയാ തോന്നുന്നത് വസു. വെറുതെ ആവശ്യമില്ലാതെ വസുവിനെ കുറ്റപ്പെടുത്തരുത് ഇളയമേ. അവൾ എങ്ങനെയുള്ളവളാണെന്ന് നിങ്ങൾക്കറിയില്ലേ? വസുവേട്ടത്തിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ അവരെന്താ ചെയ്തെന്ന് ചോദിക്ക്. വസു ഒരിക്കലും തെറ്റ് ചെയ്യില്ല. അപ്പോ ഈ ദമയന്തി മോഷ്ടിച്ചിട്ടുണ്ടാവുന്നല്ലേ രണ്ടുപേരും ഉദ്ദേശിച്ചതിന്റെ അർത്ഥം? എന്താ എടുത്തി, വീണ്ടും വഴക്ക് തുടങ്ങിയോ? ഇത് ഞാൻ ഉണ്ടാക്കിയ വഴക്കല്ല എടുത്തി, വസുവും ദമയന്തിയും കൂടെയാ. ദമയന്തിയോട് നീ എന്തിനാ വഴക്ക് കൂടുന്ന വസു? അവരുടെ റിങ് കാണാതെ പോയിന്ന് വല്യമ്മേ. ഞാനാണ് മോഷ്ടിച്ചെന്നാ വസു ചേച്ചി പറയുന്നേ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലമ്മേ. റിങ് കണ്ടു എന്ന് ചോദിച്ചുള്ളൂ, അത്രമാത്രം. കണ്ടില്ലേന്ന് ചോദിച്ചാ എടുത്തില്ലേന്നല്ലേ അതിന്റെ അർത്ഥം വല്യമ്മേ. ഞാൻ നിങ്ങളുടെ മോളാ, ഞാൻ കള്ളിയാണോ? എന്നെങ്കിലും ഒരിക്കൽ ഞാൻ അങ്ങനെ കള്ളത്തനം ചെയ്തിട്ടുണ്ടോ?
റിങ് എവിടെയാ ഊരി വെച്ചത് വസു? പാത്രം കഴുകുമ്പോ ഞാൻ റിങ് ഊരി അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാ ദമയന്തി കോഫി ഇടാൻ വേണ്ടി വന്നത്. അതുകൊണ്ടാ റിങ് കണ്ടായിരുന്നോ ഇല്ലെന്ന് ചോദിച്ചത്. അതല്ലാതെ ഞാൻ അവളെ സംശയിക്കുന്നില്ല. അപ്പോ ആ സമയത്ത് ദമയന്തി നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് അവളോട് നിന്റെ റിങ്ങിന്റെ കാര്യം ചോദിച്ചു, അങ്ങനെയല്ലേ? ദമയന്തിയുടെ സ്ഥാനത്ത് ഭാവനയോ നിന്റെ അമ്മായിയോ ആയിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചോദിക്കായിരുന്നോ? കുറ്റം ചുമത്തുമായിരുന്നോ? അവരോട് എങ്ങനെ ചോദിക്കും? ജീവിക്കാൻ വഴിയില്ലാതെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമല്ലേ. എന്നെ കള്ളിയാക്കിയാലും ആരും ചോദിക്കാൻ വരില്ലെന്നാ ചേച്ചി വിചാരിക്കുന്നേ. എന്താ വസു, നീ ഈ വീട്ടിലെ മരുമകളാ, അവരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടേ? നിന്റെ സാധനങ്ങളൊക്കെ നീ തന്നെയല്ലേ സൂക്ഷിക്കേണ്ടത്? മറ്റുള്ളവരെ കുറ്റം ആരോപിക്കുന്നത് ശരിയാണോ? ആ ഗ്ലാസ് ഇങ്ങ് തന്നേ ആന്റി. ആ ചേച്ചി, ചേച്ചിയുടെ കപ്പും കൂടി ഇങ്ങ് തന്നേക്ക്. കിച്ചണിൽ വെച്ചിട്ട് വരാം. റിങ് കിട്ടി. റിങ് കിട്ടിയിരിക്കുന്നു. ആ എവിടുന്ന് കിട്ടി? സിങ്കിന്റെ അടുത്തുണ്ടായിരുന്നു. ഇതാണോ ആ റിങ്? നന്നായിട്ട് നോക്കിക്കോ വസു. അത് നിന്റെ റിങ് തന്നെ അല്ലെങ്കിൽ ദമയന്തിയുടെ ഭാഗത്ത് നിന്ന് നിന്റെ അമ്മായി നിനക്ക് വേറൊരു റിങ് ഉണ്ടാക്കി തരും. എന്റെ റിങ് അമ്മേത്. നിങ്ങൾ എവിടെ റിങ് കൊണ്ട് തൊലച്ചിട്ട് എന്നെ കള്ളിയാക്കാൻ നോക്കുവാണല്ലേ? നല്ല സമയത്ത് അത് കിട്ടിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിലോ എന്നെ കള്ളി എന്നുള്ള പേര് ചുമത്തി നേരെ ജയിലിലേക്ക് അയക്കാൻ നോക്കിയെന്നെ. സോറി ദമയന്തി, സത്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. അവളെ കള്ളിയാക്കിയിട്ട് ക്ഷമ പറഞ്ഞിട്ട് എന്താ കാര്യം? എടി ദമയന്തി, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ? ഇനിയെങ്കിലും നോക്കിയും കണ്ടും നടക്ക്. ഈ വീട്ടിലിനി എന്ത് കാണാതായാലും മോഷ്ടിച്ചത് ചേച്ചിയാണെന്ന് പറയും. നിർത്ത് കാർത്തികേ, എല്ലാവരും തെറ്റ് ചെയ്യും. അവരവരുടെ സാധനങ്ങൾ അവരവർ സൂക്ഷിക്കണം. ഇനി ഇതുപോലെയുള്ള തെറ്റുകൾ ചെയ്യരുത് വസു. ചെല്ല്. വസു ആവശ്യമില്ലാതെ ആരെയും കുറ്റപ്പെടുത്തില്ല ദമയന്തി. അവള് പറഞ്ഞത് നീ കാര്യമായിട്ടെടുക്കണ്ട. ഉറപ്പായും ഇത് ദമയന്തിയുടെ പ്ലാൻ തന്നെയാണ് വസു. അവള് മനഃപൂർവ്വം ചെയ്തതാ. വസു ഇതുപോലത്തെ ഒരുപാട് പ്ലാനിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. പ്ലാൻ ചെയ്യുന്നതില് അവള് കഴിഞ്ഞേ ഉള്ളൂ മറ്റാരും. അപ്പോ എന്റെ റിങ് അവൾ എടുത്തു വെച്ചിട്ട് നാടകം കളിക്കുമായിരുന്നോ? അപ്പൊ സാരിയുടെ കാര്യത്തില് വസുവെടുത്തി നാടകം കളിച്ചില്ലേ? ഞാൻ അപ്പൊ തന്നെ പറഞ്ഞതല്ലേ. നിന്നോട് ഞാൻ പറയാൻ വിട്ടുപോയി വസു. രാവിലെ ദമയന്തി ആരുടെയോ വെള്ളിക്കൊലുസ് മോഷ്ടിച്ചു. അവള് തന്നെ റിങ് ഒളിപ്പിച്ചിട്ട് നിന്റെ മേല് കുറ്റം ചുമത്തിയിരിക്കുക. കാർത്തിക കണ്ടുപിടിച്ചതുകൊണ്ട് നീ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ദമയന്തി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യോ?
വസു എടുത്തി എന്ത് ജോലി വേണമെങ്കിലും ചെയ്തു കളയും. അവർക്ക് നല്ല കുരുട്ടുബുദ്ധിയാ. എനിക്കെന്തോ ദമയന്തിയുടെ ഒപ്പം കാർത്തികയും ഇളയമ്മയും കൂടി കൈ കോർത്തിരിക്കാന്ന് തോന്നുക വസു. അതൊരു തോന്നൽ മാത്രമല്ല, അവളുമാര് രണ്ടും കൂടപ്പിറപ്പുകളെ പോലെയാ. എന്തായാലും നന്നായി, കാർത്തിക അവരോടൊപ്പം അല്ലല്ലോ. അവരുടെ കൂടെ അമ്മയും കൂടെ ചേർന്നാല് നീ പിന്നീട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും വസു. ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. നോക്കിക്കോ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. ഞാനത് നേരത്തെ ശ്രദ്ധിക്കും. സൂക്ഷിച്ചിരിക്കുന്നത് മാത്രമല്ല, ഈ ദമയന്തി ആരാണെന്നേ വാസു ചേച്ചിക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ നോക്ക്, ആവശ്യം വന്നാലേ വാസു ചേച്ചിയെ തന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഓടിച്ചു വിടും. ആന്റി, ദമയന്തി ഇവിടുന്ന് പോകുന്നത് വരെ നീ വളരെയധികം സൂക്ഷിച്ച് പെരുമാറണം വസു. പറയൂ. ചേച്ചി, ഞാൻ പോവാ. ആരാ വസു? എങ്ങോട്ടാ പോകുന്നേ? ഏട്ടൻ എന്നെ വിളിച്ചത്. കിട്ടുവിന്റെ സ്കൂൾ ഫീസിന് വേണ്ടി DD എടുക്കാൻ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ബാങ്കിൽ പോയിട്ട് വരാം. നീ ദമയന്തിയെ പറ്റി ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നു. അവളാണെങ്കിൽ നിന്നെ ഒരു ശത്രുവിനെ പോലെ കാണുന്നത്. അവര് ബുദ്ധിമുട്ടിലല്ലേ ചേച്ചി? നമ്മളത് മനസ്സിലാക്കണം. എല്ലാവരെയും നീ മനസ്സിലാക്കുന്നതല്ലാതെ ആരും നിന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. എന്നെ മനസ്സിലാക്കേണ്ട സമയം എപ്പോഴാണോ അപ്പൊ അവര് മനസ്സിലാക്കും ചേച്ചി. ക്ഷമയോടെ ഇരിക്കണമെന്നല്ലാതെ ധൃതി കാണിക്കാൻ പാടില്ല ചേച്ചി. ഞാൻ പോയിട്ട് വരാം. ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാമല്ലോ രമേശേ, പിന്നെ എന്തിനാ ബാങ്കിലേക്ക് വന്നിരിക്കുന്നേ? എൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് തീർന്നുപോയി. അതായി ബാങ്കിലൂടെ അടയ്ക്കാന്ന് വിചാരിച്ചേ. ഈ നോട്ട് നിങ്ങൾക്ക് ആരാ തന്നത്? എന്തു പറ്റി സാർ? ഇത് കള്ളനോട്ടാണ്. നിങ്ങൾ ആരോ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നോട്ട് നിങ്ങൾക്ക് ആരാ തന്നതെന്ന് പറ. അവർക്കെതിരെ പോലീസ് കേസെടുക്കും. അത് ഈ നോട്ട്സ് എനിക്ക് സാർ അതൊന്നും എനിക്ക് തന്നേ. ഈ കള്ളനോട്ട് നിങ്ങൾക്ക് ആരാ തന്നതെന്ന് പറ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഞാനിപ്പോൾ പോയിട്ട് വരാം സാർ. എന്താടാ ഇത് കള്ളനോട്ട്? ആരാ നിനക്ക് തന്നത്? അത് കള്ളനോട്ടാണെന്ന് എനിക്ക് സത്യമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. ആദ്യം അത് ആരാ തന്നതെന്ന് പറയേ. ആദിത്യ സാറാടാ. ആദിത്യ സാറോ? അദ്ദേഹം എന്തിന് നിനക്ക് കള്ളനോട്ട് തരണം? എനിക്ക് തന്നതല്ലടാ, ആ സംസ്കൃതി ഇവന്റ്സ് നടത്തുന്ന അഭിരാമില്ലേ? അതെ, ഈയിടെ അദ്ദേഹത്തിന് ഗവൺമെന്റ് ഇവന്റ്സിന്റെ കോൺട്രാക്ട് കിട്ടിയിരുന്നല്ലോ. അതേടാ, ആ ഇവന്റ് തകർക്കാനായിട്ട് ആദിത്യ സാറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്ത് പ്ലാൻ ചെയ്തിരിക്കുന്നെന്നാ? ഇന്ന് ആദിത്യ സാറ് കുറച്ച് പണം തന്നിട്ട് എൻ്റെ അടുത്ത് അഭിരാമിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. ഞാൻ അഭിരാമിൻ്റെ അടുത്ത് ഒരു ഇവന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ പണം അവൻ്റെ കയ്യിൽ കൊടുത്തു. അതിൽ നിന്ന് 2 ലക്ഷം ഞാനിങ്ങ് എടുത്തു. ആ പണമോ ഇത്. അപ്പോ നിന്റെ കയ്യിൽ കള്ളനോട്ട് തന്നത് ആദിത്യ സാറാണോ? അഭിരാമിനെ അറസ്റ്റ് ചെയ്യിക്കുകയാണോ അയാളുടെ പദ്ധതി? ഇത് വല്ലാത്ത ചതിയാണല്ലോ. ഇത്രയും വലിയ പ്രശ്നം എന്തിനാ നമ്മളെ തലേ വെക്കുന്നേ? വേഗം നമുക്ക് പോവാം. അത് അഭിരാം സാറിന്റെ വൈഫാ. ഓടിക്കോ. നിക്കണവിടെ, നിക്കാൻ. ഇക്കാര്യം ഉടനെ തന്നെ ഏട്ടനെ അറിയിക്കണം.
എടുക്കാത്തെ? ഭാസ്കരേട്ടനെ വിളിച്ചു നോക്കാം. ഭാസ്കരേട്ടനും ഫോൺ എടുക്കുന്നില്ല. എന്താ ഇപ്പൊ ചെയ്യാ? ഉടനെ ഓഫീസിലേക്ക് പോകുന്നതാ നല്ലത്. ഇപ്പം അഭിരാമിൻ്റെ ഓഫീസിലേക്ക് പോലീസ് പോയിട്ടുണ്ടാവും. മീഡിയാസും കൂടെ എത്തിക്കാണും. പോലീസ് അഭിരാമിനെ അറസ്റ്റ് ചെയ്യണം. മീഡിയാസിൽ ലൈവ് ടെലികാസ്റ്റും പോകണം. അങ്ങനെ അഭിരാമിൻ്റെ മാനം പോവും. സംസ്കൃതി ഈവൻസ് അതോടെ കുഴിച്ചു മൂടും. ഇതെല്ലാം ഞാൻ ടി വിയിൽ ഇപ്പോൾ കാണും. അതിനുശേഷം ഈവൻസ് മാർക്കറ്റിൽ ഞാൻ മാത്രമായിരിക്കും കിങ്. ഒന്ന് പെട്ടെന്ന് പോവോ? ഏട്ടൻ എന്താ ഫോൺ എടുക്കാത്തെ? ഭാസ്കരേട്ടനും ഫോൺ എടുക്കുന്നില്ല. ചേട്ടാ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പോവോ, അർജന്റാ. എക്സ്ക്യൂസ് മീ. എന്താ എസ് ഐ സാർ പതിവില്ലാതെ ഇങ്ങോട്ട്? നിങ്ങളെക്കുറിച്ച് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഓഫീസ് ഒന്ന് സെർച്ച് ചെയ്യണം. എന്താ സാർ കാര്യം? നിങ്ങൾ ഫേക്ക് കറൻസീസ് പ്രിന്റ് ചെയ്യുന്ന അറിവ് കിട്ടിയിട്ടുണ്ട്. ഫേക്ക് കറൻസിയോ? ഞങ്ങളുടെ ഓഫീസിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല സാർ. സോറി, ഞങ്ങൾക്ക് സെർച്ച് ചെയ്തേ പറ്റൂ. നമ്മുടെ ഓഫീസിൽ എങ്ങനെ വരാനാ ഈ കള്ളനോട്ട്? ഇവർക്ക് ആര് ഇൻഫർമേഷൻ കൊടുക്കാനാ? ഏട്ടാ, അവരവരുടെ ജോലി ചെയ്യട്ടെ. സർ, യു പ്ലീസ് ക്യാരി ഓൺ. കോൺസ്റ്റബിൾസ് സർ, സെർച്ച് ചെയ്യൂ. ഓക്കെ സർ.